ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മാജിക് മസാലയിലേക്ക് സ്വാഗതം. ഇന്നൊരു തോരൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത്. ചിക്കൻ കൊണ്ടുള്ള തോരനാണ്. ചോറിൻ്റെയും ചപ്പാത്തിയുടെയും കൂടെയൊക്കെ കഴിക്കാനായിട്ട് സൂപ്പർ ടേസ്റ്റാണ്. എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ? അതിന് മുമ്പായിട്ട് വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് കിടക്കാം. ഞാൻ ഏകദേശം ഒരു 1/4 കിലോളം ചിക്കനാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ബോണൊക്കെ കളഞ്ഞെടുത്തിരിക്കുന്ന ചിക്കനാണ്, ബോൺലെസ് പീസാണ്. മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ലെമൺ ജ്യൂസാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു വലിയ ലെമണിൻ്റെ ഹാഫാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ ജ്യൂസ് മുഴുവനായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ചെറിയ ലെമണൊക്കെ ആണെങ്കിൽ ഒരെണ്ണം മുഴുവനായിട്ട് എടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ 1 ടീസ്പൂൺ ഉപ്പാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇത് നമുക്ക് ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കണം. അപ്പോൾ ഒരുപാട് അങ്ങ് പേസ്റ്റാക്കി ഗ്രൈൻഡ് ചെയ്യണ്ട കേട്ടോ. മിക്സിയുടെ ആ വിപ്പ് ബട്ടൺ വെച്ചിട്ട് പ്രസ് ചെയ്ത് ഇതുപോലെ ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്താൽ മതി. ചെറിയ ചെറിയ കുഞ്ഞു പീസസ് ഒക്കെ ഉണ്ടാവണം. ആ രീതിയിലാണ് കേട്ടോ ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുള്ളത്. കണ്ടില്ലേ, ഇതുപോലെയാണ് കേട്ടോ. ഒരുപാട് അങ്ങ് പേസ്റ്റ് ആക്കി എടുക്കണ്ട. ഇനി ഇത് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് തോരൻ ഉണ്ടാക്കാനായിട്ട് വേണ്ടത് സവാളയാണ് കേട്ടോ. ഞാനിപ്പോൾ 2 സവാളയാണ് എടുത്തിട്ടുള്ളത്. നല്ല വലിപ്പമുള്ള വലിയ സവാളയാണെന്നുണ്ടെങ്കിൽ ഒരെണ്ണം എടുത്താൽ മതിയാവും. ഈ മിക്സിയുടെ ചെറിയ ജാർ എടുക്കാം. അതിലേക്ക് 3 പച്ചമുളകാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. നല്ല എരിവുള്ള പച്ചമുളകാണ് കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 1.5 ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 7-8 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഇനി ഇത് 3 കൂടിയിട്ട് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഒരുപാട് പേസ്റ്റ് ആക്കണ്ട. ഇതുപോലെയാണ് കേട്ടോ ക്രഷ് ചെയ്തെടുത്തിട്ടുള്ളത്. നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് തോരൻ ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് അയേണ്ട ഒരു പാനാണ് കേട്ടോ ഞാൻ വെച്ച് കൊടുത്തിട്ടുള്ളത്. അല്ലെങ്കിൽ നോൺ സ്റ്റിക്കിൻ്റെ പാൻ വേണമെങ്കിൽ അതെടുക്കാം. ഇതുപോലെ പരന്നിട്ടുള്ള ഒരു പാനാണെങ്കിൽ വളരെ പെട്ടെന്ന് നമുക്ക് തോരൻ റെഡിയാക്കി എടുക്കാം. ഇതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. 4-5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. കുറച്ച് കൂടുതൽ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതച്ചെടുത്തിട്ടില്ലേ, അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇതിൻ്റെ ഈ പച്ച ടേസ്റ്റ് ഒക്കെ ഒന്ന് പോയി കിട്ടണം. അതുവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. 1-2 മിനിറ്റ് ഒക്കെ നന്നായിട്ട് വഴറ്റിയെടുത്താൽ മതി. അപ്പോഴത്തേനും ഈ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ മൂത്തിട്ടുള്ള ഒരു സ്മെല്ല് വന്ന് തുടങ്ങും. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഇനി ഈ സവാള നല്ലതുപോലെ വഴറ്റിയെടുക്കണം. സോഫ്റ്റ് ആവുന്ന വരെ വഴറ്റിയെടുത്താൽ പോരാ, ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന വരെ നമ്മളിത് വഴറ്റിയെടുക്കുക. ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരുന്നാൽ മതി. അപ്പോൾ അതാ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. സവാളയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. മഞ്ഞൾപ്പൊടിയുടെ അളവ് കൂടണ്ട. ഇനി എരിവുള്ള മുളക് പൊടി 1.5 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. ഇനി മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് വേണം ഈ മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കാനായിട്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവേ. അപ്പം 3 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിലേക്ക് ഗരം മസാല ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1-2 കാര്യങ്ങൾ കൂടി ചേർക്കാനുണ്ട്. അതിന് മുമ്പായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അയേണ്ട പാനായതുകൊണ്ട് ഇത് അടുക്കി പിടിക്കും, അതുകൊണ്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം നമുക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നല്ല ജീരകം പൊടിച്ചതാണ് കേട്ടോ, ക്യൂമിൻ സീഡ് ഇല്ലേ, അതിൻ്റെ പൗഡറാണ് 1/4 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വലിയ ജീരകം അല്ലെങ്കിൽ പെരിഞ്ജീരകം പൊടിച്ചതാണ് 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. ഈ മസാലപ്പൊടികളെല്ലാം നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. ഒരു 1-2 മിനിറ്റ് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. മസാല നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. 250 ml കപ്പിൽ 1/4 കപ്പ് തേങ്ങയാണ് കേട്ടോ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഈ തേങ്ങയും ചെറുതായിട്ട് ഒന്ന് മൂത്ത് വരണം. 1-2 മിനിറ്റ് നന്നായിട്ട് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ പച്ച ടേസ്റ്റൊക്കെ ഒന്ന് വിട്ട് കിട്ടിയതിന് ശേഷം നമുക്കിതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഗ്രൈൻഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനാണ് കേട്ടോ. ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഉടച്ചു കൊടുക്കാം. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചിക്കൻ ഇട്ട് കൊടുക്കാനായിട്ട്. ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് കുക്ക് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ചിക്കനിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ട് അതിൽ തന്നെ കുക്കായി കിട്ടും. നമ്മൾ എക്സ്ട്രാ വെള്ളം ഒന്നും ഒഴിച്ചു കൊടുക്കരുത്. ചിക്കനിൽ നിന്നുള്ള വെള്ളം ഇറങ്ങി വന്നിട്ട് വേണം ഈ ചിക്കൻ കുക്ക് ചെയ്തെടുക്കാനായിട്ട്. അല്ലാതെ വേറെ എക്സ്ട്രാ വെള്ളമൊന്നും നമ്മൾ ഒഴിച്ചു കൊടുക്കണ്ട. ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് കുക്ക് ചെയ്തെടുക്കുക. ഇടയ്ക്കിടയ്ക്ക് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരുന്നാൽ മതി. കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് സ്പൂൺ വെച്ചിട്ട് ഉടച്ചു കൊടുക്കാം. ഒരു 10 മിനിറ്റ് ആണ് കേട്ടോ നമ്മളിതുപോലെ ഇളക്കി കുക്ക് ചെയ്തെടുക്കേണ്ടത്. അപ്പോഴത്തേനും ചിക്കൻ നന്നായിട്ട് അത്യാവശ്യം ഡ്രൈ ആയിട്ട് വരികയും ചെയ്യും, കുക്കായി കിട്ടുകയും ചെയ്യും.
ഇനി ലാസ്റ്റിലായിട്ട് നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ ഗരം മസാലയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ വേണ്ടത് കസൂരി മേത്തിയാണ്. ഒരു നുള്ള് കസൂരി മേത്തി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഒന്ന് അളവ് കൂടി പോവരുത് കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അതിന് മുമ്പായിട്ട് ഇതിൽ ഉപ്പ് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ആവശ്യമുണ്ടെങ്കിൽ ഈ സമയത്ത് ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട്, അപ്പോൾ അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ തോരനാണ് കേട്ടോ. ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ചോറിൻ്റെയും ചപ്പാത്തിയുടെയും കൂടെയൊക്കെ കഴിക്കാനായിട്ട് അടിപൊളി സ്വാദാണ്. ഒരുപാട് സമയം നമ്മളിത് ഡ്രൈ ആക്കി എടുക്കരുത് കേട്ടോ. ഒരു 10 മാക്സിമം ഒരു 12 മിനിറ്റിനുള്ളിൽ തന്നെ ഇത് ഓഫ് ചെയ്തെടുക്കാം. അപ്പോഴത്തേനും ചിക്കൻ കറക്റ്റായിട്ട് കുക്കായിട്ടുണ്ടാവും. അപ്പോൾ ഇതാ നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണം കേട്ടോ. താങ്ക്